പ്രിയമുള്ളവരെ, സ്റ്റാൻഡേർഡ് 9 മാത്സിലെ ചാപ്റ്റർ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്യാനായി പോകുന്നത്. നോക്കാം. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/3. If instead 1 is added to the denominator and then simplified, it becomes 1/4. വാട്ട് ഈസ് എ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ലെറ്റ് ദ ഫ്രാക്ഷൻ ബി എക്സ് വൈ. നമുക്ക് എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ, നമുക്ക് കണ്ടീഷൻ 1 നോക്കാം. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്റർ ബിക്കംസ് 1/3 എന്ന്, അല്ലേ? അതായത് നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്ററിനോട് 1 കൂട്ടുമ്പോൾ, അതായത് എക്സിനോട് കൂടി 1 കൂട്ടുമ്പോൾ എത്രയായിട്ട് മാറുന്നു? ഇത് 1/3 ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അല്പം കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമുക്കിതിനെ ഇപ്പോൾ ഇത്രയും കിട്ടും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y ഇൻറ്റു 1 എന്ന് പറയുന്നത് y ആണ്, ഈസ് ഈക്വൽ ടു ഈ 3 കൊണ്ട് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 നമുക്ക് ബ്രാക്കറ്റിലിടാം, അങ്ങനെയല്ലേ? ഓക്കെ, നമുക്ക് ഇതിനൊന്ന് നോക്കാം. y ഈസ് ഈക്വൽ ടു ഈ 3 ഉള്ളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അത് 3x ആകും. 3 ബ്രാക്കറ്റിനുള്ളിലേക്ക് വിട്ടാൽ അത് +3 ആകും, അല്ലേ നമുക്കിതിനെ പറയാം. എങ്ങനെ നമുക്ക് പറയാം? y മൈനസ് 3x ഈസ് ഈക്വൽ ടു 3 എന്ന് പറയാം. ഇതിനൊക്കെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഓക്കെ, നമുക്ക് ഈ രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോകാം. എന്താണ് കണ്ടീഷൻ 2? എന്താണ് കണ്ടീഷൻ 2 പറയുന്നത്? നോക്കിക്കേ. കണ്ടീഷൻ 2 പറയുന്നു, ഇഫ് ഇൻസ്റ്റഡ് 1 ഈസ് ആഡഡ് ടു ദ ഡെനോമിനേറ്റർ. ഇപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ഇതാണ്, എക്സ് ബൈ വൈ ആണ്. ഇനി പറഞ്ഞിരിക്കുകയാണ് എന്താണ്? 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്ററിൻ്റെ കൂടെ, ഇതല്ല ഡിനോമിനേറ്ററിൻ്റെ 1 കൂട്ടുമ്പോൾ എത്രയായിട്ട് മാറുന്നു? ഇറ്റ് ബിക്കംസ് 1/4. അപ്പോൾ നമുക്ക് എഴുതാം 1/4. ക്ലിയർ? ഇനി നോക്കുക, നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു 4 എന്ന് പറയുന്നത് 4x കിട്ടും, ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് y പ്ലസ് 1 തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 4x, ഈ y നമുക്ക് സമത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് y ആയിട്ട് മാറും. 4x മൈനസ് y ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. നമുക്കതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഇക്വേഷൻ 1 ഉണ്ട്. നമുക്ക് ഇക്വേഷൻ 2 കൂടി ഞാനിവിടെ അടുപ്പിച്ചെഴുതുകയാണ്. എങ്ങനെയാണ്? 4x മൈനസ് y ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതിനെ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഇക്വേഷൻ 1 ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോകുകയാണ്. ഈ ഇക്വേഷനെ കണ്ടല്ലോ, ഈ -3x ഞാൻ ആദ്യം എഴുതുന്നു. എന്താണ്? -3x അങ്ങനെ എഴുതാമല്ലോ. ഈ y ഞാൻ രണ്ടാമത് എഴുതുന്നു. അതായത് -3x എഴുതി. y എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ മുൻപിൽ സൈൻ ഇല്ലെങ്കിൽ ഇത് പ്ലസ് ആണ്. അപ്പോൾ y പ്ലസ് y എന്ന് എഴുതി. അതായത് ഈ y മൈനസ് 3xനെ തിരിച്ച് ഇങ്ങനെ എഴുതി. രണ്ടും സെയിം തന്നെയാണ്. ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കണ്ട 4x മൈനസ് y ഈസ് ഈക്വൽ ടു 1. അതുകൂടെ ഞാനിവിടെ താഴത്ത് എഴുതിയാണ്. 4x മൈനസ് y ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടില്ലേ? നമുക്കിതിനെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇത് 2 അല്ലേ? ഇതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അത്രയും ക്ലിയർ അല്ലേ? ഈ രണ്ടും തമ്മിൽ കൂട്ടിയാൽ ഇത് പ്ലസ് വൈയും ഇത് മൈനസ് വൈയും അല്ലേ? രണ്ടും തമ്മിൽ കൂട്ടിയാൽ ഈ y 0 ആയി പോവും. ഓക്കെ, പിന്നെ നോക്കുക, ഇവിടെ -3x ഉണ്ട്, ഇവിടെ ഒരു +4x ഉണ്ട്. കൂട്ടുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൂട്ടുവാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ 2 തരം സൈനാണ്. 2 തരം സൈനാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ വലുതിൽ നിന്നും ചെറുത് കുറക്കും. അതായത് 4xൽ നിന്നും 3x കുറക്കുമ്പോൾ നമുക്ക് x കിട്ടും. എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം ഇടും. ഇവിടെ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 4x ആണ്. സോ ഇത് പ്ലസ് ആണ്, +x നമുക്ക് കിട്ടുന്നു.
അതായത് എക്സ് പ്ലസ് 0 ഈസ് ഈക്വൽ ടു ഈ 3യും 1ഉം കൂടെ കൂട്ടിയാൽ 4 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ് പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയല്ലേ, എക്സിൻ്റെ വില 4 ആണെന്ന് പറയാം. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വൈയുടെ വില വേണം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടോ, 4x - y = 1 എന്ന് പറയുന്നത്. നമ്മൾ ഈ എക്സിൻ്റെ വില ഞാൻ ഇക്വേഷൻ 2 ഇട്ട് കൊടുത്താൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4x എന്ന് പറഞ്ഞാൽ 4 × x അല്ലേ, 4 × x എന്ന് പറയുന്നത് 4 അല്ലേ, 4x എന്ന് പറയുന്നത് 4 × 4 ആണ്, മൈനസ് y = 1 എന്ന് കിട്ടി. ക്ലിയർ ആണോ? 4 × 4 എന്ന് പറയുന്നത് 16 അല്ലേ, മൈനസ് y = 1 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഈ 16 കണ്ടല്ലോ, ഈ 16നെ ഞാൻ ഈ സമത്തിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുപോകാൻ വേണം. ഇവിടെ ഓൾറെഡി ഒരു -y ഉണ്ട്, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. ഈ 16നെ സമത്തിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ = 1. 16 പ്ലസ് ആണ്, സമത്തിൻ്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് -16 മാറും. അല്ലെങ്കിൽ -y = 1 - 16 എന്ന് പറഞ്ഞാൽ അത് -15 അല്ലേ. അതായത് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. അപ്പോൾ -y ഇവിടെ നമുക്ക് കിട്ടി, -y = -15. ഈ മൈനസും ഈ മൈനസും ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y = 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വിലയും നമുക്ക് കിട്ടി, വൈയുടെ വിലയും കിട്ടി. നമുക്ക് എന്താണ് വേണ്ടത്? വാട്ട് ഈസ് എ ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ y ആയിട്ടാണ് എടുത്തത്. അതെന്താണ്? എക്സ് നമുക്കിവിടെ 4 എന്ന് കിട്ടി, y 15 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4/15. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കേ.